യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അമ്മ വീട്ടിലോട്ട് പോകുകയാണ് ഗായ്സ്. ഇന്ന് അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം നടക്കുവാണ്. ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ കിട്ടിയില്ല ഗായ്സ്. അപ്പോൾ ഞങ്ങൾ നടക്കുവാണ്. കുറച്ചങ്ങോട്ട് നടക്കാൻ പോകാറുണ്ട് ഗായ്സ് അല്ലേ. അമ്മയുണ്ട്, മുത്തമ്മേ. അപ്പോൾ നമുക്കിനി കുറച്ച് നടക്കാറുണ്ട്. എന്നാലും തൊപ്പിയൊക്കെ വെച്ചിട്ട് ചില്ലടിച്ച് പോകാണ് ഗായ്സ്. നമ്മളപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തൊരു ആശുപത്രി ഉണ്ട് ഗായ്സ്. അവൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുകയാണ് ഗായ്സ്. അവിടെ അമ്മയൊക്കെ ഇളക്കുകയാണ് ഗായ്സ്. അതായിരുന്നു നമ്മൾ പോകാനിരുന്ന ഓട്ടോ ഗായ്സ്. ബട്ട് പോകാൻ പറ്റത്തില്ല. ഓട്ടോയ്ക്ക് എന്താ പണിയുണ്ടെന്ന് തോന്നുന്നു, റിപ്പയറിങ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ നടന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ആശുപത്രിയാണ്, റൂറൽ ആശുപത്രി, ഒരു കൊച്ചാശുപത്രി കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അവിടെ ചിലപ്പോൾ ഓട്ടോ എല്ലാം കാണുവാണെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് കയറും കേട്ടോ ഗായ്സ്. നമ്മളിത് റോഡിലെത്തിയിരിക്കുകയാണ് ഗായ്സ് അല്ലേ. അതുകൊണ്ട് അമ്മയുണ്ട്. റൂറൽ ആശുപത്രി ഗായ്സ് ഇല്ലേ. നമ്മുടെ കുഞ്ഞൊരു ആശുപത്രിയാണ് കേട്ടോ. ചെറിയ ഇതൊക്കെ ഉള്ളൂ, ചെറിയ ഓപ്പികളൊക്കെ ഉള്ളു അവിടെ കേട്ടോ ഗായ്സ്. ഓട്ടോ കിടപ്പുണ്ട് അതിനകത്ത് ആൾക്കാർ. ഫൈനലി നമുക്ക് ഓട്ടോ കിട്ടി ഗായ്സ്. അപ്പോൾ നമ്മുടെ അമ്മയും വിളിച്ചപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്നുണ്ട് ഗായ്സ്. അതെ, എൻ്റെ എണ്ണിക്കൊണ്ടിരിക്കുന്ന കാശാണ് തോന്നുന്നു കൊടുക്കാനായിട്ട്. കയറി പോകുമ്പോഴാണ് കേട്ടോ അമ്മേൻ്റെ വീട്. ഓട്ടോയിൽ ഞങ്ങൾ ഇറങ്ങി ഗായ്സ്. ഓട്ടോയിലെല്ലാം ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അതെ ഗായ്സ്. ഇപ്പോൾ LKG അമ്മയുടെ വീട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അമ്മ വീട് ഗൈസ്. ആണല്ലേ, നമ്മുടെ ഗേറ്റൊക്കെ വെച്ച് സെറ്റാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി പോയ ഗേറ്റ് ഒന്ന് തുറക്കട്ടെ ഗൈസ്. നമ്മൾ ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് പോകാം ഗായ്സ്. എൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചീനെ കാണാൻ പോവാണ്. എന്ന് പറയുമ്പോൾ വലിയ ആണെന്നല്ല, എട്ടിൽ പഠിക്കുന്നതാണ് ചേച്ചി. എന്നത് കാറാണ്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാലും അവിടെ തന്നെ പോകും. ഞങ്ങൾ ചേച്ചി വന്നുകൊണ്ട് ഒന്ന് ചേച്ചിനെ കാണാനായിട്ടൊന്ന് പോവാണ് ഗായ്സ്. ചപ്പനും അമ്മയും ഞാനും മുത്തും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ലീവിന് വന്നതാണ് കേട്ടോ ചേച്ചി. ഇച്ചിരി ആ വഴിയിലോട്ട് അങ്ങോട്ട് കയറി പോണു ഗായ്സ്. നമ്മൾ റോഡിലെത്തി. അപ്പോൾ ഗായ്സ് നമ്മൾ ഇനി കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ. അതൊക്കെ ഈ അടുത്ത് തന്നെയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ കുറച്ചും കൂടി നടക്കാണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിൻ്റെ വീടെത്തും ഗായ്സ്. മുത്ത് അവിടെ അങ്ങോട്ട് നിൽക്കുകയാണ് ഗായ്സ്. ഇതിനല്ലേ ഇതൊക്കെ കയറാൻ ഗായ്സ് ആണ് ഗായ്സ് വീട്. അങ്ങനെ ഗായ്സ് ഇവിടെ ഇരിക്കണല്ലേ നീല ഡ്രസ് ഇട്ട് ചെയ്യേണ്ടി. അതാണ് ചേച്ചീൻ്റെ അമ്മ കേട്ടോ ഗായ്സ്. അതെ, ഇതാണ് എൻ്റെ ചേച്ചി ഗായ്സ്. ഞാൻ അവിടെ ഇരിക്കുകയാണ് ഗായ്സ് അല്ലേ. എല്ലാവരും ഉണ്ട് ഗായ്സ്. അമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കണേ ഗായ്സ്. അതാണ് ഗായ്സ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബട്ട് അമ്മ വീട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇത് കഴിയുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. പ്ലാനെങ്കിലും എനിക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് കേട്ടോ. ഇവിടെ റിച്ചപ്പനാണ് മുമ്പിലോട്ട് കയറിപ്പോടിയെ കാണിച്ചു തരുന്നത്. നല്ല വിജയ് മട്ടൻ നടന്നോട്ട് കേട്ടോ കേട്ടല്ലേ. മുന്തിരി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് ഇടക്കുകയാണ് കേട്ടോ അവൻ. സൈഡ് വീഡിയോ എടുത്തിട്ട് നമ്മുടെ പറമ്പ് അതെങ്ങനെ നടന്നുകൊണ്ട് വരികയാണ് ഗൈസ്. ഈ വഴി കൂടി കയറി നമ്മളൊരു പറമ്പുണ്ട്.
ഇപ്പോൾ നമ്മൾ അവരുടെ പോയില്ലേ, ഒരു വീട്ടിൽ പോയില്ലേ, ആ വീട്ടിലെ കുടുംബ വീട്, അവരുടെ കുടുംബ വീടാണ് ഞങ്ങളുടെ കുടുംബ വീട്. അതായത് അമ്മേൻ്റെ വീട് ഞാൻ കാണിച്ചില്ലായിരുന്നോ, ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു വീട്. അപ്പോൾ ആ വീടിൻ്റെ കുടുംബ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. പറഞ്ഞ കുടുംബ വീട് കേട്ടോ. അമ്മേൻ്റെ വീടിൻ്റെ പേര് വള്ളികാടെന്നാണ് കേട്ടോ. അല്ലെങ്കിൽ പപ്പാൻ്റെ വീടിൻ്റെ പേര് നടുവിലെ വീടെന്നാണ് ഗൈസ്. ഈ വീട്ടിലോട്ടാണ് നമ്മളിനി പോകാൻ പോണത് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീട് നിങ്ങൾ കണ്ടില്ലായിരുന്നു, അതാണ് നമ്മുടെ വീട്. ആ വഴി കൂടി കയറി പോകുമ്പോഴാണ് ആ അങ്കിളുടെ വീട് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തോ വെക്കാൻ പോയിരിക്കുകയാണ്. അമ്മ അവിടുത്തെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഗൾഫിലായിരുന്നല്ലോ അവിടെ ഗൾഫിലൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ കുടുംബ വീട്. ഇത് രണ്ടാമത്തെ വീടാണ്. ഇതായിരുന്നു ആദ്യത്തെ കുടുംബ വീട് ഗൈസ്. നമ്മളിനി അങ്ങോട്ട് അവിടെ പോവുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ഗേറ്റ് തുറന്ന് ഗൈസ്. നല്ല വിശാലമായ പൂക്കളൊക്കെയാണ് ഗൈസ്, അല്ലേ, മരവും അത് എല്ലാം ഉണ്ട് ഗൈസ്. ഒരു ഓലച്ചെടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വീടാണ്. ഇതാണ് നമ്മുടെ വീട് ഗൈസ്, കണ്ടില്ലേ, ആണ് വീടെന്ന് പറയണത് ഗൈസ്, അല്ലേ. എടാ അവിടെ ഒരു ചെറിയൊരു ചെടി എടുപ്പുണ്ട് ഉള്ളത്. റിജപ്പൻ അവിടെ നിന്ന് എന്താ ചെയ്തോണ്ടിരിക്കണേ ഗൈസ്. ഇവിടെ നമ്മുടെ ചാമ്പങ്ങ മരം ഗൈസ്. ചാമ്പങ്ങ എന്തിയേ വളർന്ന് വരുന്ന ചാമ്പൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മളും പറിച്ച് തിന്നും കേട്ടാ. പേരക്കമാങ്ങ എന്ത് പേരക്കമാങ്ങ കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ പേരക്കമാങ്ങ നമ്മുടെ മാങ്ങ കണക്ക് തന്നെ ഇരിക്കുന്നില്ലേ, അപ്പോൾ അങ്ങടെ മാങ്ങ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. ഞാൻ പറയാൻ വന്നത്, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് തെറ്റുകുറ്റങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ഡെയിൻമേ ലൈഫിലും ഞങ്ങൾ ഡെയിൻമേ ലൈഫ് ഇട്ടായിരുന്നല്ലോ, മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്തേക്കാൻ കേട്ടോ. അറിയത്തില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കിതും അറിയത്തില്ല കേട്ടോ. കുറച്ചും കൂടി വരുമ്പോഴത്തേക്കും ഞാനത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഡെയിൻമേ ലൈഫിലും വേളാങ്കണ്ണി പോലെ ടൂറിലും ഒക്കെ കുറച്ച് സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഫുൾ സൈസ് അല്ലായിരുന്നു, കുറച്ച് സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റിങ്ങിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫസ്റ്റായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എൻ്റെ ചേട്ടനായിരുന്നു, ചേട്ടൻ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചു വന്നപ്പോഴേക്കും ഞാൻ ചെയ്തു കേട്ടോ. അതാണ് പിന്നെ ഡെയിൻമേ ലൈഫിൻ്റെ വേളാങ്കണ്ണി ടൂറിലൊക്കെ ഫുൾ സ്ക്രീനിൽ എടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഞാൻ എന്നിട്ട് പഠിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഞാനെല്ലാം സെറ്റാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഗേറ്റ് കണ്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചില്ലായിരുന്നു, ആ ഗേറ്റാണിത്. പിന്നെ അതിൻ്റെ നേരെ വെള്ളം ഒരു തെങ്ങ് കിടപ്പുണ്ട്, 2 തെങ്ങുണ്ട് കേട്ടോ. പിന്നെ കുറേ വാഴച്ചെടിയുണ്ട് കണ്ടല്ലേ, പുല്ല് പിടിച്ച് കിടക്കാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. ഒരു പേരൊക്കെ കിടക്കണമുണ്ടൊക്കെ. ഇതൊരു ചക്ക, ഒരു പ്ലാവ് ഇപ്പം ഉണ്ട്. ഇനി ഇതെന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു നക്ഷത്ര മങ്ങയില്ല, അതിൻ്റെ നക്ഷത്രപ്പുളിയുടെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഓല. പിന്നെ ഇവിടെ മറ്റേ കുറച്ച് ചെടികളൊക്കെ റിപ്പോർട്ട് അലങ്കാരത്തിനായിട്ട് ഞാൻ പൂവ് കാണിച്ചായിരുന്നല്ലോ. ഇനി നമുക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ചെത്തിപ്പൂ, കുഞ്ഞൊരു ചെത്തിപ്പൂവുണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മരമുണ്ട്. പിന്നെ ഇതൊരു ഓലമരമാണ്. പിന്നെ ഇവിടെ എന്തൊരു ചെടിയുണ്ട്, എന്ത് ചെടിയാണെന്ന് അറിയത്തില്ല കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അവർക്കറിയാം, പക്ഷേ എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇത് എന്തുവാ, ഇത് എനിക്കൊന്ന് പേരൊക്കെയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ ഗ്രാസ് നട്ടിരിക്കണം കേട്ടോ. മറ്റേ എന്തോ ഗ്രാസ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ്. പിന്നെ ഇത് നമ്മുടെ ചെടിയാണ്. ഞാൻ വീട് കാണിച്ചായിരുന്നല്ലോ. പിന്നെ അവിടെയൊക്കെ നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. ഉണ്ടല്ലേ, അവരെന്തോ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ചെറുക്കൻ്റെ അതിൻ്റെ ഇട്ടേ കൂടിയൊക്കെ കയറി പോകണ്ട് ഗൈസ്. ഫോട്ടോഷൂട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മുത്തമ്മേൻ്റെ ഫോട്ടോഷൂട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോട്ടോ ക്യാമറമാൻ അമ്മയാണ് കേട്ടോ. ഡാൻസിന് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കണേ. ഇതൊക്കെ വരുന്നുണ്ടേ.
ഞാൻ ഇടാം എൻ്റെ വീഡിയോസൊക്കെ. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ പേരൊക്കെ ഇതെല്ലാം. ക്യാമറമാൻ ജസ്ന ജേക്കബ് ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണം ഗായ്സ്. ഞാൻ അമ്മേൻ്റെ വീഡിയോ എടുക്കുന്നു, അമ്മ എൻ്റെ വീഡിയോ എടുക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഗായ്സ്. കുഞ്ഞപ്പന റിച്ചപ്പൻ അവിടെ എന്തൊരു ജോലി ചെയ്തോണ്ടിരിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാൻ പോയി. റിച്ചപ്പ റിച്ചപ്പ എന്താണ് പാണ്ടി? ഇത് ഗ്രില്ല് ചെയ്യുന്ന സാധനമാണ്. വാഴച്ചെടി കൊണ്ട് ഇതാണ് അടുക്കളയുടെ ഭാഗം ഇവരുടെ. ഇപ്പം നേരത്തെ നമ്മളൊരു വീഡിയോ കണ്ടില്ലേ, ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിച്ചില്ലായിരുന്നു. ആ വീട്ടിലെ ആൻറ്റിയുടെ ആ ചേച്ചീൻ്റെ അങ്കിളിൻ്റെ വീടാണിത് ഗൈസ്. അവിടെ അവരെന്തോ ഫോട്ടോ വീഡിയോ കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഞാൻ എക്സ്പ്രഷൻ ഇട്ടത്. ഇതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അവരെല്ലാവരും കൂടി വീഴാൻ പോയി ഗൈസ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഓട്ടോ പിടിക്കുന്നു. നിറയെ വെള്ളമോ എന്തോ കാണിക്കരുത്. ഞാനങ്ങനെ ഫ്രണ്ടിൽ കയറിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ ഗാസ്. അത്ര തിരിച്ചിരിക്കുന്നു ഗാസ്. കുടയൊക്കെ പിടിച്ചിട്ടുണ്ട്. മുത്ത് കുട പിടിച്ചിട്ടുണ്ട്. ബട്ട് റിച്ചൻ കുട പിടിച്ചിട്ടില്ല. കാരണം അവന് മറ്റേ തൊപ്പി ഉണ്ടല്ലോ, ഞങ്ങൾ തൊപ്പി എടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കുട പിടിച്ചു. ബട്ട് നല്ല വെയിലുണ്ട് ഗാസ്. ഈ വീഡിയോ എടുത്ത സമയത്ത് മുടി ഫുള്ളാ കുട കൊണ്ട് അഴിഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഇതിൽ കയറി, ഓട്ടോയിൽ കയറി. ഇപ്പോൾ ഈ ഓട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ എഡിറ്റ് ചെയ്യുന്ന കേട്ടിട്ടായിരുന്നു. ആ ചേട്ടൻ്റെ അങ്കിളിൻ്റെ ഓട്ടോയാണ്. ഞങ്ങൾ ബീച്ച് കപ്പാന്നാണ് കേട്ടോ വിളിക്കണം. അവസരം വീട്ടിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ബൈ.